ज्ञानात्मनात्ममहनीयमहो विशेषैर्नानाविधैर्विलसितैश्च गृणाम्निकामम् मानादिगभ्रमददायकैटभारे श्रीनिवासमन्दिरपते प्रभातम् एकान्तभक्तिविनयादिगुणान्वितानां भोगान्तकारनिखिलेश्वरविद्वंसे भागान्तकादिगुणसंस्कृतदिव्यकीर्ते श्रीनिवासमन्दिरपते നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവർ 4:30 അവിടെ എത്തത്തുള്ളൂ. ഇപ്പം സമയം 4 മണി ആയിട്ടുള്ളൂ. കുറച്ച് നേരത്തെ പോയി നിൽക്കാമെന്ന് കരുതി. എല്ലാം കഴിഞ്ഞു. അപ്പോൾ നേരത്തെ പോയി അവിടെ നിൽക്കാമെന്ന് കരുതി. അപ്പം ബാക്കി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഞാൻ ഇവിടെ സ്റ്റേഷനിലെത്തി കേട്ടോ. സ്റ്റേഷനിൽ വെളിയിൽ ഇനി ഒരു ചായ കുടിക്കാൻ ഏതെങ്കിലും കടയുണ്ടെങ്കിൽ ചായയും കുടിച്ചിരിക്കാം. അവരെ ട്രെയിൻ ഇപ്പോൾ വർക്കല എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ഒരു 10 മിനിറ്റ് പിടിക്കും ഇവിടെ എത്താൻ. ബാക്കി ഇനി പോകുന്ന വഴിയിൽ ഇനി അവർ വന്നതിന് ശേഷം ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണമൊന്നുമില്ല, ചമ്മലി. അപ്പോൾ അവർ വന്നതിന് ശേഷം ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പോകുന്ന സ്ഥലത്ത് അവിടെയൊക്കെ ചെന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നേരെ ഇവരെ എടുത്ത് നേരെ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി ഇവരെ എടുത്ത് നേരെ ഇനി അവിടെ ചെന്നിട്ട് ടെമ്പിളിൽ ചെന്നിട്ട് അവിടുത്തത് കാണിച്ചു തരാം കേട്ടോ. ചായ കുടിക്കാനായിട്ട് വെളിയിൽ പോകാനായിട്ട് നിന്നതാണ്. അപ്പം നല്ല മഴ. അവർ ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ അവരെ പിക്ക് ചെയ്യാൻ പോകും. പിക്ക് ചെയ്തതിന് ശേഷം നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുത്തെ ഇതെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് എന്തായാലും. അപ്പോൾ അവർ ടെമ്പിളിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തൊഴുതിറങ്ങിയിട്ട് പഴവങ്ങാടി, ആറ്റുകാൽ രാവിലെ ഇവിടെ 3 പോകണം. ഇവിടെ വരപ്പം ഭയങ്കര സമാധാനമാണ്. നല്ല ക്ലൈമറ്റാണ്. രാവിലെ തന്നെ നല്ല മഴയും നല്ല ക്ലൈമറ്റാണ്. നല്ലൊരു പീസ്ഫുള്ളുണ്ട്. അപ്പോൾ ഇനി പഴവങ്ങാടി പോയിട്ട് ബാക്കി കാണാം. നല്ല മഴ, ചൂട് ചായ. എന്തായാലും കൊള്ളാം. നല്ല മഴയുണ്ട് കേട്ടോ. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയുണ്ട്. ഒരു തൊഴിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നിപ്പം വിളിച്ച് ഇപ്പോൾ സമയം 11 മണിയായി. 11 മണിയെ അടുപ്പിച്ച് അവർ 7:30 മറ്റോ 7 മണിക്കോ കണ്ടാണ് ടെമ്പിളിൽ കയറിയത്. എന്നിട്ട് 11 മണി അടുപ്പിച്ചായി ഇറങ്ങിയപ്പോൾ. നല്ല റഷ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ പഴവങ്ങാടി പോകാൻ പറ്റത്തില്ല. ഇനി നേരെ ഇനി ആറ്റുകാൽ പോയിട്ട് അവിടെ നിന്ന് സൂലോ കണ്ട് പോകുന്നു പറഞ്ഞു. അപ്പോൾ അവിടെയും കൂടി കഴിഞ്ഞിട്ട് നേരെ കോവളം അവരെ റൂമിലോട്ട് ആണ് നേരെ പോകുന്നത്. ഇനി അപ്പം ബാക്കി ആറ്റുകാൽ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ അവർ ആറ്റുകാൽ ഇറക്കി കേട്ടോ. ആറ്റുകാൽ ഇറക്കി. ഇനി ഇതിന് പാർക്കിങ് കണ്ടുപിടിക്കുന്ന കേസാണ് പാട്. ഉള്ള പാർക്കിങ് അത്ര ഇടിച്ച് കളയും ചെയ്തു. കിട്ടി. ഓക്കെ, പാർക്കിങ് കിട്ടി. ഇനി നമുക്കൊന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കുടിക്കാം. അങ്ങനെ കാപ്പി കൂടി കഴിഞ്ഞ്. ഞാൻ നോർമലി നെയ് റോസ്റ്റ്, മസാല ദോശ, പിന്നെ മറ്റേ അതിൻ്റെ പേരെന്താ, പൂരി, അതൊന്നും കഴിക്കത്തില്ല. പക്ഷേ ഇവിടെ വന്നാൽ ഞാൻ നെയ് റോസ്റ്റ് കഴിക്കും. ബാക്കിയൊന്നും കഴിക്കത്തില്ല. നെയ് റോസ്റ്റ് കഴിക്കും. ഇവിടുത്തെ നെയ് റോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് ഇവിടുത്തെ കഴിക്കാൻ.
അതുകൊണ്ട് ഇവിടെ വന്നാൽ ഞാൻ നെയ് റോസ്റ്റേ കഴിക്കത്തുള്ളൂ. വേറെ ഇവിടെ ഒന്നും ഞാൻ അങ്ങനെ നെയ് റോസ്റ്റോ പൂരി അങ്ങനെയൊന്നും കഴിക്കത്തില്ല. കൂടുതലും നമ്മൾ നോർമൽ തട്ടുദോശ അല്ലെങ്കിൽ ചപ്പാത്തി അതൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നാൽ ഈ നെയ് റോസ്റ്റ് കഴിക്കും. പിന്നെ ചായ ഇപ്പോൾ ഞാൻ ഇപ്പം കുടിച്ച ചായ കൊള്ളാം. പക്ഷേ ഞാൻ ഇപ്പം വീണ്ടും പോയി ഒന്ന് കുടിക്കുകയാണെങ്കിൽ ആ ചായ ചിലപ്പോൾ കൊള്ളത്തില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതെന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. പാലിൻ്റെ പ്രശ്നമാണോ എന്തിൻ്റെയാണെന്ന് അറിയത്തില്ല. ചില സമയത്ത് ചായ കൊള്ളാം, ചില സമയത്ത് ചായ കൊള്ളത്തില്ല. അത് ഞാൻ കൊണ്ടുവന്നവരും പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ കുടിച്ച് നോക്കിയപ്പോൾ എനിക്കും അത് ഫീലായിട്ടുണ്ട്. എന്തായാലും ദോശ അടിപൊളിയാണ്, നെയ് റോസ്റ്റ് അടിപൊളിയാണ്. മസാല ദോശയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല, നെയ് റോസ്റ്റ് എന്തായാലും അടിപൊളിയാണ്. ഞാൻ അടുത്ത സ്ഥലത്ത് എത്തി കേട്ടോ. ഇവിടെ സൂയിലാണ് വന്നത് അടുത്തത്. ഇവിടെയാണെങ്കിൽ നിറച്ചും ആൾക്കാരാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊരിത് ഞാൻ അല്ലാണ്ട് റാൻഡമായിട്ട് 2-3 ക്ലിപ്പുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഇതാണെങ്കിൽ സംസാരിച്ച് പോകാൻ പറ്റത്തില്ല. ഞാൻ ഇറങ്ങിയിട്ട് അല്ലാണ്ട് വീഡിയോസ് റാൻഡമായിട്ടുള്ള 2-3 വീഡിയോസ് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവരെ നേരെ ഞാൻ കൊണ്ടുപോയി റിസോർട്ടിലാക്കി കേട്ടോ. റിസോർട്ടിൻ്റെ പേര് ഉദയ സമുദ്ര ബീച്ച് എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ്. അപ്പോൾ അവരെ അവിടെ റിസോർട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ നേരെ ഇവിടുത്തെ പാർക്കിങ്ങിൽ വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരു 6:30 ആയപ്പോൾ നേരെ ഇനി ആഴിമലയിലോട്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് കോവളത്ത് വന്നപ്പോൾ കോവളത്ത് വന്നിരിക്കുന്നു. ഇവിടെ 2 ദിവസമെങ്കിലും മനസമാധാനം താടാ. 2 ദിവസമെങ്കിലും അതിൻ്റെ ഇടയിൽ അവിടെ ഓടി ഇഞ്ഞു വന്നിരിക്കും. പയ്യെ ഒരു പൈപ്പ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അപ്പോൾ അവരെയും കൊണ്ട് ആഴിമലയിൽ എത്തി കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല ലേറ്റായി. ഞാൻ പിന്നെ അങ്ങോട്ട് പോയി ആ വിഷ്വൽ കാണിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നല്ല ഇരുട്ടി, ഇതൊക്കെ ഉണ്ടല്ലേ പുറമെ നല്ല ഇരുട്ടി. അതുകൊണ്ട് ഞാനിപ്പോൾ വണ്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ ഫുള്ളാണ്, പാർക്കിങ്ങൊക്കെ ഫുള്ളാണ്. ഇപ്പം ഞാനിങ്ങനെ ഏറ്റവും താഴെ കൊണ്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് ദർശനം കാണാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. അവരിനി വിളിക്കുമ്പോൾ മണ്ടയ്ക്ക് കയറി ചെല്ലണം. എന്നാൽ നേരെ ഇനി പിന്നെ റിസോർട്ടിൽ നിന്ന് റിസോർട്ടിൽ ചെന്നിട്ട് ഇന്നത്തെ അപ്പം കഴിയും. അപ്പോൾ നാളത്തെ ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ബൈ.